Good morning, students. കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആസ് എ പാർട്ട് ഓഫ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റോഡ് ട്രാൻസ്പോർട്ടേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എയർ ട്രാൻസ്പോർട്ടേഷൻ ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് മനുഷ്യൻ ജനിച്ച കാലം തൊട്ട് അല്ലെങ്കിൽ മനുഷ്യനെ നമ്മൾ കണ്ടെത്തിയ കാലം തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ യാത്രകൾ ചെയ്യുന്നുണ്ട്, മൂവ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. നമ്മൾ ഹിസ്റ്ററി ഓഫ് ടൂറിസം പറയുന്ന സമയത്ത് നമ്മൾ ആൻഷ്യൻ പീരീഡിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരുന്നു, ആ കാലഘട്ടങ്ങളിൽ കരമാർഗമുള്ള അല്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ടേഷന്, ലാൻഡ് മൂവ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിരുന്നത് മൃഗങ്ങളായിരുന്നു അല്ലെങ്കിൽ ആനിമൽസുകളായിരുന്നു. ഡോഗ്സ്, ഓക്സ്, ഹോഴ്സ്, ക്യാമൽസ്, എലഫൻസ്, ഇതിനൊക്കെ എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കാലഘട്ടങ്ങളിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും അവരുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റ്. എന്നാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും പിന്നീട് അതിൻ്റെ പുറത്തു കയറിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ യാത്ര ചെയ്യുകയും ചെയ്തിരുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വന്ന വളരെ വലിയൊരു മാറ്റമായിരുന്നു ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ വീലിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. നിങ്ങൾ ഹിസ്റ്ററി ഏത് മേഖലയായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴും ഹിസ്റ്ററി, അതായത് നമ്മൾ പുരാതന കാലം തൊട്ട് അല്ലെങ്കിൽ ആൻഷ്യൻ പീരീഡ് തൊട്ടുള്ള ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഫയർ കണ്ടുപിടിച്ചത്, മറ്റൊന്ന് വീല് കണ്ടുപിടിച്ചത്. സോ വീലും കൂടെ വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷന് വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വന്നുപെടുന്നുണ്ട്. ഏകദേശം 17ാം നൂറ്റാണ്ട് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹോസുകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രാവലുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ തുടർന്ന് പിന്നീടുണ്ടായ മാറ്റം, അതായത് ഈ ഒരു വീലിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി പിന്നീടുണ്ടായ മാറ്റങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു. ഏകദേശം 17ാം നൂറ്റാണ്ടിന് ശേഷം തന്നെ റോഡുകളെല്ലാം കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില റോഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രൈഡ് റൂട്ട്, അതായത് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ചരക്ക് കയറ്റുമതിക്ക് വേണ്ടിയിട്ടൊക്കെ ട്രൈഡ് റൂട്ടുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില റോഡുകൾ ഒന്നോ രണ്ടോ രാജ്യങ്ങളെ വരെ കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് അത്രത്തോളം ഡെവലപ്മെൻറ്റ് ഏതിന് ശേഷം വരുന്നുണ്ട്, 17ാം നൂറ്റാണ്ടിന് ശേഷം വരുന്നുണ്ട്. ഇന്ത്യയുടെ കേസ് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, സിൽക്കിൻ്റെ കയറ്റുമതി ഇന്ത്യയിൽ വളരെയധികം പോപ്പുലർ ആയിരുന്നു. One of them is the Silk Route, which was used for transporting silk from China to Persia and the Blue Gem Road from the Iran to Afghanistan and India. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇതേ ഒരു സമയത്ത് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനയെ സംബന്ധിച്ചും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചും ഇറാനെ സംബന്ധിച്ചും അതായത് പേർഷ്യയെ സംബന്ധിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള റോഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇവർ ഈ ഒരു റോഡ് ട്രാൻസ്പോർട്ടേഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള വാണിജ്യ ബന്ധങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് എത്തിപ്പെടുന്നുണ്ട്. പിന്നീട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ കൃത്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് അവിടെ കാണാൻ തുടങ്ങി. റോഡ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് കാണാൻ വേണ്ടി തുടങ്ങി. ഈ പറയുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഒരു പരിധിയിൽ അപ്പുറം എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. നമ്മൾ ഹിസ്റ്ററി ഓഫ് ടൂറിസം പറയുന്ന സമയത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു പോയൊരു കാര്യമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ആൾക്കാർ പെയ്ഡ് ഹോളിഡേയ്സും കൂടെ കിട്ടിയതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, വളരെ അധികം ട്രാവലുകൾ ചെയ്യുന്നുണ്ട്. സോ 17ാം നൂറ്റാണ്ടിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹോസുകളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് റോഡ് ട്രാൻസ്പോർട്ടേഷന് കൃത്യമായിട്ട് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. തുടർന്നുള്ള ഏറ്റവും വലിയ ഇൻഫ്ലുവൻസുകളിലൊന്നായിരുന്നു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള റോഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന വെഹിക്കിൾസിൻ്റെ ഒക്കെ ഉത്ഭവം ഈ ഒരു റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഹിസ്റ്ററി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. ആദ്യകാലങ്ങളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കരമാർഗമുള്ള യാത്രകളുണ്ട്. അന്ന് മൃഗങ്ങളെയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റവും ഫൈനലിൽ എത്തി നിൽക്കുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിലാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ. വളരെ കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, എന്നിരുന്നാൽ പോലും ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ലെസ് ക്യാപിറ്റൽ ഔട്ട്ലേ. നമ്മളെ സംബന്ധിച്ച് ഒരു എയർപോർട്ട് പണിയുന്നതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്, ഒരു റെയിൽവേ സ്റ്റേഷൻ പണിയുന്നതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്, അതും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മൈനറായിട്ട് കിടക്കുന്നതോ മേജറായിട്ട് കിടക്കുന്ന ഒരു പോർട്ട് പണിയുന്നതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ ചെറിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് റോഡ് പണിതെടുക്കാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് പറയാനുള്ളത്.
രണ്ടാമത് ഡോർ ടു ഡോർ സർവീസ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന എയർപോർട്ട് ചിലപ്പോൾ എന്തായിരിക്കും, ഒന്നുകിൽ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആയിരിക്കാം, അതല്ലെങ്കിൽ കണ്ണൂരായിരിക്കാം. ഈ ഒരു 4 എയർപോർട്ടിനെ ഡിപ്പെൻസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യുന്നത്, കേരളത്തിലെ എൻറ്റയർലി ഉള്ള 3.5 കോടി ജനങ്ങൾ അവരുടെ ഈ പറയുന്ന എയർ ട്രാൻസ്പോർട്ടിനെ സാധ്യമാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പോർട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബേപ്പൂർ പോർട്ട് പറയുന്നുണ്ട്, കൊച്ചി പോർട്ട് പറയുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് അത്രയ്ക്ക് എന്താണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സുകൾ എന്തിനുള്ളൂ, ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന പോർട്ടിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മൾ തൊട്ടടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പറയുന്ന സമയത്തും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലേ. എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേരളത്തിൽ? ഇല്ല, ഒരു കാരണവശാലും ഇല്ല. ചില സ്ഥലങ്ങളിൽ ചില ജില്ലകളിലൊന്നും ഇപ്പോൾ വയനാട് പോലുള്ള ജില്ലകളിലൊന്നും എന്തില്ല, റെയിൽവേ എന്ന് പറയുന്ന നെറ്റ്വർക്ക് പോലും ഇല്ല. സോ റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, നമുക്ക് കൃത്യമായിട്ട് ഡോർ ടു ഡോർ സർവീസസ് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരാൻ എന്ത് ചെയ്യുന്നുണ്ട്, റോഡ് മാർഗമുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ അഡ്വാൻറ്റേജ് ആണ്. സർവീസസ് ഇൻ റൂറൽ ഏരിയ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആയാലും ശരി, എയർ ട്രാൻസ്പോർട്ടേഷൻ ആയാലും ശരി, ഈ പറയുന്ന റെയിൽവേ ആയാലും ശരി, അതൊന്നും റൂറൽ ഏരിയാസിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല അല്ലേ. ബട്ട് എല്ലാ റൂറൽ ഏരിയാസിനെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്താണ്, നമുക്ക് സ്വാഭാവികമായിട്ടും റോഡ് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫ്ലെക്സിബിൾ സർവീസ്, നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള എന്ത് ചെയ്യുക, വഴികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. മേ ബി ഇവിടുന്ന് പെരിന്തൽമണ്ണയിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരുന്നുണ്ടെങ്കിൽ 2 വഴികൾ നമുക്ക് സ്വീകരിക്കാം അല്ലേ. ഇതിൽ ഏതാണോ നമുക്ക് കംഫർട്ട് ആ ഒരു വഴി നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റും. സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മുടെ റോഡ് മാർഗമുള്ള സർവീസസ് എന്താണ്, വളരെ കൃത്യമാണ്, എന്താ പറയുക, നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടൊരു സർവീസാണ് കിട്ടുന്നത്. അഫ്കോഴ്സ് ഏത് മേഖല നമ്മൾ എടുക്കുമ്പോഴും എന്താണ്, കോയിൻ പറയുന്നത് പോലെ 2 സൈഡും നമുക്കുണ്ട്. അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ട്, സ്വാഭാവികമായും ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. ആ ഡിസ്അഡ്വാൻറ്റേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ആക്സിഡൻസ് ആൻഡ് ബ്രേക്ക് ഡൗൺസ് ആണ്. നമുക്ക് ബ്രേക്ക് ഡൗൺസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആക്സിഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഗതിയാണ്. ഇപ്പം നമ്മൾ 4 ട്രാൻസ്പോർട്ടേഷൻ മേഖലയും എടുക്കാം. അപ്പോൾ നമ്മൾ ലാൻഡ് എടുക്കുന്ന സമയത്ത് പറയുന്നതാണ് എന്ത്, റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ, അതോടൊപ്പം തന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇനിയിപ്പോൾ നമുക്ക് എയർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ വാട്ടർ സീ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. നോക്കൂ, നമ്മൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റുകൾ കേൾക്കുന്ന ഇവിടെ നിന്നാണ്, റോഡിൽ നിന്നാണ് അല്ലേ. നമ്മൾ ഒരിക്കലും ഒരാഴ്ചയിൽ ഒന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒന്ന് വെച്ചിട്ടോ ഒന്നും ഒരു എയർ എന്താ പറയുക ക്രാഷ് ഒന്നും നമ്മൾ കേൾക്കാറില്ല. വളരെ വിരളമായിട്ട് കേൾക്കുന്ന ഒരു സംഗതിയാണ് എയറോപ്ലെയിൻ ക്രാഷായി മിസ്സായി എന്നുള്ള കാര്യങ്ങളൊക്കെ. അതേ സംഗതി തന്നെയാണ് നമ്മൾ ഈ പറയുന്ന വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. നമ്മളൊരു ക്രൂസ് ഷിപ്പ് മുങ്ങി നടത്തെങ്ങാനും കേട്ടിട്ടുണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ടും വളരെ വിരളമായിട്ട് കേൾക്കുന്ന ഒരു ന്യൂസാണത്. അതേപോലെ തന്നെയാണ് നമ്മൾ വളരെ എന്താ പറയുക, മേ ബി മാസത്തിൽ ഒന്നെങ്കിലും കേട്ടാൽ കേട്ടു എന്നുള്ള നിലയിലാണ് എന്ത്, ഈ റെയിൽവേ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആക്സിഡൻറ്റുകൾ. മേ ബി മിക്കവാറും നമ്മൾ കേൾക്കുന്ന ആക്സിഡൻറ്റ് എന്തായിരിക്കും, പാളം തെറ്റി എന്നുള്ളൊരു ആക്സിഡൻറ്റ് ആയിരിക്കും. എന്നിരുന്നാൽ പോലും ആക്സിഡൻറ്റ്സ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് കമ്പയർ ടു റോഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻസുകൾ എന്താണ്, ഈ പറയുന്ന 4 നെറ്റ്വർക്കിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് നടക്കുന്നത്, റോഡിൽ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആക്സിഡൻസിന് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി എവിടെയാണുള്ളത്, റോഡ് ട്രാൻസ്പോർട്ടേഷനിലാണ്. സോ അത് അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അടുത്ത പോയിന്റ്, അൺസ്യൂട്ടബിൾ ഫോർ ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ബൾക്കി ട്രാഫിക്. എപ്പോഴും നമുക്കറിയാവുന്നതാണ്, നമുക്കൊരു എയർ ട്രാഫിക്കിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലംസ് ഒന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. ഈ പറയുന്ന റെയിൽവേ 1-2 മണിക്കൂറോ 3-4 മണിക്കൂറോ ഒക്കെ ഡിലേ ആകുമ്പോഴും ഈ പറയുന്ന റോഡ് ട്രാൻസ്പോർട്ടേഷൻ വെക്കുന്ന സമയത്ത് എന്താണ്, റെയിൽവേ ഫാർ ബെറ്റർ ആണ്. ഈ പറയുന്ന വാട്ടർ ട്രാൻസ്പോർട്ടേഷനും ഫാർ ബെറ്റർ ആണ്. സോ നമ്മളൊരു ലാൻഡിലൂടെ ഇപ്പോൾ ലാൻഡിൽ ട്രാൻസ്പോർട്ടേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ റെയിൽവേ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, വളരെ വലിയൊരു ട്രാഫിക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും ലോങ് ഡിസ്റ്റൻസിലേക്കുള്ള ട്രാവലുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു പരിധി വരെ പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. നെക്സ്റ്റ് പറയുന്നത് സ്ലോ സ്പീഡാണ്. അഫ്കോഴ്സ് നമുക്ക് റെയിൽവേയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, എയറോപ്ലെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, ഈ പറയുന്ന വാട്ടർ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, കമ്പാരിറ്റീവ്ലി സ്ലോ സ്പീഡിലാണ് എന്ത് ചെയ്യുക, നമുക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ ഇത് നമുക്ക് എന്ത് പറയാം, ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ എക്കോണമിയിൽ റോഡുകളെ എങ്ങനെയാണ് തരംതിരിക്കുന്നത് നോക്കാം. പ്രധാനമായിട്ടും ഇന്ത്യൻ എക്കോണമിയിൽ റോഡ് ട്രാൻസ്പോർട്ടേഷൻ 4ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് നാഷണൽ ഹൈവേസ്, രണ്ടാമത്തത് സ്റ്റേറ്റ് ഹൈവേസ്, മൂന്നാമത്തത് വരുന്നത് ഡിസ്ട്രിക്ട് റോഡ്സ്, നാലാമത്തത് വരുന്നത് റൂറൽ ആൻഡ് അർബൻ റോഡ്സ്. ഈ ഒരു റോഡ് ട്രാൻസ്പോർട്ടേഷൻ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ത് ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ഏരിയ.
ഇന്ത്യൻ എക്കോണമിയിൽ റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേസ് ആണ്. നാഷണൽ ഹൈവേസ് ആർ റണ്ണിങ് ത്രൂ ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ, മേജർ പോർട്ട്, ലാർജ് ഇൻഡസ്ട്രിയൽ സിറ്റീസ് ആൻഡ് മേജർ ടൂറിസ്റ്റ് സെൻറ്റേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. നാഷണൽ ഹൈവേസ് ആർ റണ്ണിങ് ത്രൂ സ്റ്റേറ്റ് ക്യാപിറ്റൽ. എല്ലാ സ്റ്റേറ്റുകൾക്കും നമുക്ക് ക്യാപിറ്റൽ ഉണ്ട്. അത്തരം ക്യാപിറ്റലുകളെ കൃത്യമായി കണക്ട് ചെയ്യുന്നു. മേജർ പോർട്ട്, വളരെ വലിയ പോർട്ടുകളെ കണക്ട് ചെയ്യുന്നു. ലാർജ് ഇൻഡസ്ട്രിയൽ സിറ്റീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയാസിനെ കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്നു. മേജർ ടൂറിസ്റ്റ് സെൻറ്റേഴ്സ്. ഇത്തരം കാര്യങ്ങളെ കണക്ട് ചെയ്തു പോകുന്ന റോഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാഷണൽ ഹൈവേസ് എന്ന് പറയുന്നത്. നാഷണൽ ഹൈവേസ് കൺട്രോൾ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന അതോറിറ്റിയാണ്. പൊതുവെ നാഷണൽ ഹൈവേസിനെ 3 ക്ലാസിഫിക്കേഷനിലാണ് ചെയ്യുന്നത്. ഒന്ന് സിംഗിൾ ലൈൻ, അതായത് നമ്മൾ നോർമലി കാണുന്ന പോലെ നമുക്ക് മുന്നിലേക്ക് പോകാനൊന്ന് തൊട്ടിപ്പുറത്ത് നമ്മുടെയൊക്കെ സാധാരണ നമ്മൾ കാണുന്ന റോഡുകൾ പോലെ തന്നെ സിംഗിൾ ലൈനായിട്ട് നമുക്ക് പോകുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തത് ഡബിൾ ലൈൻ, അതായത് നമുക്കൊരു ട്രാക്കിൽ തന്നെ രണ്ടായിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. മൂന്നാമത്തത് 468. ഇപ്പം നമ്മൾ യമുന എക്സ്പ്രസ് ഹൈവേ ഒക്കെ എടുക്കുന്ന സമയത്ത് 468ലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ ഈ രീതിയിൽ 3 ക്ലാസിഫിക്കേഷനാണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ ഹൈവേസിനായിട്ട് ഉള്ളത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹൈവേസ് ആണ്. സ്റ്റേറ്റ് ഹൈവേസ്, ദിസ് റോഡ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ലിങ്കേജ് വിത്ത് ദ നാഷണൽ ഹൈവേ, state headquarters, important town, tourist centers and minor roads. ഇവിടെ എന്താണ്, നാഷണൽ ഹൈവേസുമായിട്ട് കൃത്യമായിട്ടുള്ള കണക്ഷൻ എന്തിനുണ്ട്, സ്റ്റേറ്റ് ഹൈവേസിനുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് കൃത്യമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്ന ടൗണുകളുമായിട്ട് കൃത്യമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ടൂറിസ്റ്റ് സെൻറ്റേഴ്സുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ആൻഡ് മൈനർ പോർട്ട്സ്, നേരത്തെ നമ്മൾ മേജർ പോർട്ട്സ് ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ ചെറിയ പോർട്ടുകൾ, ഇപ്പോൾ നമ്മൾ ബേപ്പൂരൊക്കെ പറയുന്ന സമയത്ത് എന്താണ്, വളരെ ചെറിയ പോർട്ടാണ്. ഇപ്പോൾ നമ്മളൊരു വിശാഖപട്ടണം പോർട്ടൊക്കെ പറയുന്ന സമയത്ത് ബേപ്പൂരൊക്കെ എന്താണ്, വളരെ ചെറിയ പോർട്ടാണ്. ഈ രീതിയിലുള്ള എന്താ പറയുക, മൈനറായിട്ട് കിടക്കുന്ന പോർട്ടുകളുമായിട്ട് എന്തിന് ബന്ധമുണ്ട്, സ്റ്റേറ്റ് ഹൈവേസിന് ബന്ധമുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ട്രിക്ട് റോഡ്സ്. ഡിസ്ട്രിക്ട് റോഡ്സ് അഥവാ ജില്ലാ റോഡുകൾ എന്ന് നമുക്ക് പറയാം. ദിസ് റോഡ്സ് ആർ പാസിംഗ് ത്രൂ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി വെൽ കണക്റ്റഡ് വിത്ത് ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ദാറ്റ് ഡിസ്ട്രിക്ട്. ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിനെ കൃത്യമായി കണക്ട് ചെയ്ത് കടന്നു പോകുന്ന, ആ ഒരു ഡിസ്ട്രിക്റ്റിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സെൻറ്റേഴ്സിനെ കണക്ട് ചെയ്ത് കടന്നു പോകുന്ന റോഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രിക്ട് റോഡുകൾ എന്ന് പറയുന്നത്. ആൻഡ് വെരി ഫൈനലി റൂറൽ ആൻഡ് അർബൻ റോഡ്സ്. ദീസ് റോഡ്സ് ആർ പാസിംഗ് ത്രൂ റൂറൽ വില്ലേജ് ഏരിയാസ് ഓഫ് എ ഡിസ്ട്രിക്ട്. കമ്പാരിറ്റീവ്ലി ദീസ് റോഡ്സ് ആർ നോട്ട് എ ഫിറ്റ് കണ്ടീഷൻ. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ അല്ലെങ്കിൽ റൂറലായിട്ട്, ഇപ്പോൾ നമുക്ക് ഉത്തരേന്ത്യയൊക്കെ പറയുന്ന സമയത്താണ് ഹൈലി റൂറൽ ഏരിയാസ് നമുക്ക് പറയാനുള്ളൂ. ഇപ്പം നമ്മളൊക്കെ കേരളത്തിന് നമ്മളൊരു പ്രിഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വില്ലേജ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വളരെ റൂറലായിട്ട് കിടക്കുന്ന വൈദ്യുതിയും വെള്ളവും ഒന്നും ഇന്നും എത്താത്ത വളരെ കുറച്ച് ഏരിയാസ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ബട്ട് നമ്മളൊരു ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ UP പോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രിഫർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ട്, വളരെ റൂറലായിട്ട് കിടക്കുന്ന ഏരിയാസ് ഉണ്ട്. സോ അത്തരം ഏരിയാസിലൂടെ കടന്നു പോകുന്ന, ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൂറൽ ആൻഡ് അർബൻ റോഡ്സ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി നോട്ട് എ ഫിറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡ് നമുക്കൊരു നാഷണൽ ഹൈവേയുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റാറില്ല, കമ്പയർ ചെയ്യാൻ പറ്റാറില്ല. ചില സ്ഥലങ്ങളിലൊന്നും റോഡുകൾ തന്നെ ഇപ്പോഴും എത്തിപ്പെട്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പാരിറ്റീവ്ലി നോട്ട് എ ഫിറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. മറ്റുള്ള റോഡുകളുമായിട്ടോ അല്ലെങ്കിൽ റോഡ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫിറ്റ് കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യുന്നില്ല, റൂറൽ ആൻഡ് അർബൻ റോഡ്സിനെ എത്താൻ കഴിഞ്ഞിട്ടില്ല. സോ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഇത്രയാണ് പറയാനുള്ളത്. തുടക്കം മുതൽ ഞാൻ ഒന്നും കൂടെ ബ്രീഫ് ചെയ്ത് പറയാം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ രണ്ടാമത്തെ കേസ്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന എയർ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. സോ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഒരു ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. ആദ്യകാലങ്ങളിൽ മൃഗങ്ങളെ മെരുക്കിയെടുത്ത് അതിൻ്റെ പുറത്തായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അത് ഏകദേശം ഒരു 17-ാം നൂറ്റാണ്ട് വരെ തുടർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് രീതിയിൽ ട്രൈഡ് റൂട്ടുകൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ കൃത്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്കുള്ള റോഡ് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റിന് കാരണമായി തീർന്നത്. അതിനുശേഷം നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നമ്മൾ പറഞ്ഞു, കൃത്യമായിട്ടുള്ള പോയിന്റുകൾ മെൻഷൻ ചെയ്ത് പോയിരുന്നു. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും 4 ആയിട്ട് തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് നാഷണൽ ഹൈവേസ്,
അതായത് നാഷണൽ ഹൈവേസ് റണ്ണിങ് ത്രൂ ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ, മേജർ പോർട്ട്, ലാർജ് ഇൻഡസ്ട്രിയൽ സിറ്റീസ് ആൻഡ് മേജർ ടൂറിസ്റ്റ് സെന്റേഴ്സ്. ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന റോഡുകളെയാണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ ഹൈവേസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: സിംഗിൾ ലൈൻ, ഡബിൾ ലൈൻ, 4, 6, 8 ലൈൻസ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് ഹൈവേസ് ആണ്. നാഷണൽ ഹൈവേസുമായിട്ട് കൃത്യമായിട്ടുള്ള കണക്ഷൻ ഉള്ള, സ്റ്റേറ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലൂടെ കടന്നു പോകുന്ന, ഇമ്പോർട്ടൻറ്റ് ടൗൺസുകളെ കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്ന, ടൂറിസ്റ്റ് സെന്റേഴ്സിനെയും അതോടൊപ്പം തന്നെ മൈനർ ആയിട്ടുള്ള പോർട്ടുകളെയും കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡുകളെയാണ് സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഡിസ്ട്രിക്ട് റോഡ്സ്, അതായത് ജില്ലാ റോഡുകൾ. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെ കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ആ ഡിസ്ട്രിക്റ്റിനകത്തുള്ള ടൂറിസം സെന്റേഴ്സിനെ കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് വെരി ഫൈനലി റൂറൽ ആൻഡ് അർബൻ റോഡ്സ്. റൂറൽ ഏരിയാസിലൂടെ, വില്ലേജസിലൂടെ കടന്നു പോകുന്ന റോഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൂറൽ ആൻഡ് അർബൻ റോഡ്സ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി നോട്ട് എ ഫിറ്റ് കണ്ടീഷൻ. മറ്റു റോഡുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ഫിറ്റ് കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ റൂറൽ ആൻഡ് അർബൻ റോഡ്സ് എത്തിപ്പെടുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് റോഡ് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ ഏറ്റവും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഏരിയ റോഡ് ക്ലാസിഫിക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ്. എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. ഹോപ്പ്ഫുള്ളി ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ വീണ്ടും അതേ പോയിന്റ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് ഇത് ഓൺലൈൻ ക്ലാസ് ആണ് എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നോട്ടുകൾ കൃത്യമായിട്ട് എഴുതുക. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.